റിട്ടയർമെന്റിന് ശേഷം ഇപ്പോഴുള്ള അതേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മാസം എത്ര പണം വേണം? നിങ്ങൾ ഇന്ന് വരെ അത് ആലോചിച്ചിട്ടില്ലേ? സിറ്റികളിൽ ജീവിക്കുന്ന 31% ഇന്ത്യക്കാരും ഇക്കാര്യത്തെ പറ്റി അറിയില്ല എന്നാണ് ഒരു സർവേ കാണിക്കുന്നത്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്ടയർമെന്റിന് ശേഷം മാസം 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടിയുള്ള ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വിറ്റീസിനും ഫിക്സ്ഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പ്ലാൻ ആണിത്. ആദ്യം തന്നെ 10 ലക്ഷം രൂപ ഒരു ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഒരു വർഷം 7.5% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മാസവും 6250 രൂപ വെച്ച് കിട്ടും. രണ്ടാമതായി 30 ലക്ഷം രൂപ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കായി ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണിത്. നിങ്ങളുടെ 30 ലക്ഷം രൂപയ്ക്ക് 20,500 രൂപ മാസം പെൻഷൻ കിട്ടും. അടുത്തതായി 35 ലക്ഷം രൂപ RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ്സ് ബോണ്ടിൽ നിക്ഷേപിക്കുക. ഇന്ത്യ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണിത്. ഇതിലൂടെ നിങ്ങൾക്ക് 23,479 രൂപ മാസ വരുമാനം കിട്ടും. നാലാമതായി 35 ലക്ഷം രൂപ ബാലൻസ്ഡ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അഥവാ SWP തുടങ്ങാം. ഒരു വർഷം 10% റിട്ടേൺസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് എല്ലാ മാസവും 23,732 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത 35 ലക്ഷം രൂപ 20 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. നിങ്ങൾ കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറാണോ? എങ്കിൽ 30 ലക്ഷം രൂപ ലാർജ് ക്യാപ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റൊരു SWP കൂടി തുടങ്ങാം. ഒരു വർഷം 12% ഇൻട്രസ്റ്റ് വെച്ച് കിട്ടുകയാണെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് എല്ലാ മാസവും 28,198 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാതെ നിങ്ങൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത 30 ലക്ഷം രൂപ 20 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നും അതിൽ നിന്നും കിട്ടുന്ന ആകെയുള്ള മന്ത്ലി പെൻഷൻ എത്രയാണെന്നും നോക്കാം. ഇവിടെ ആകെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 1,40,00,000 രൂപയാണ്. ഇതിൽ നിന്നും ഒരു മാസം കിട്ടുന്ന പെൻഷനോ 1,02,159 രൂപയും. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ മാസം 1,02,159 രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ 1,40,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ.